അപ്പോൾ ഈ സമയത്ത് ദിലീപിനെതിരെയുള്ള ഒരു മുറവിളികളൊക്കെ കാണുമ്പോൾ അത് ഒരു പരിധിവരെ ഈ ആക്രമിക്കപ്പെട്ട കുട്ടിയോടുള്ള അനുകമ്പയേക്കാൾ കൂടുതൽ മറ്റെന്തെല്ലാമോ കാരണങ്ങൾ കൊണ്ടുള്ള ഗ്രഡ്ജ് തീർക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. അതല്ലാതെ ഇത്രയധികം ഒരു ആക്രമിക്കപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് അതാണ്. പിന്നെ ദിലീപ് എന്നൊരു വ്യക്തി ഇതുപോലെ ഒരു ഹീനകൃത്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിശ്വസിക്കുന്നില്ല. പിന്നെ അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിശ്വാസമാണ്. എല്ലാം തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതി അത് കൃത്യമായിട്ട് പറഞ്ഞു. ആള് കുറ്റക്കാരനല്ല, ആൾക്കെതിരെ കൃത്യമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസാണ് ഇത് എന്ന് കോടതിക്ക് തന്നെ അത് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വെറുതെ വിട്ടു. സച്ചി മരിക്കുന്നതിനൊക്കെ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, ഇരയോടൊപ്പം എന്ന് പറയുന്ന ആളുകള് മനഃപൂർവ്വം ദിലീപിനെ കരിവാരിത്തേക്കാനും ദിലീപിനോടുള്ള ആ ഒരു താല്പര്യക്കുറവ് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നടിയുടെ കൂടെയാണ്, ഇരയുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ പോസ്റ്ററുകൾ ഇടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നിലവിൽ 10-200 യൂട്യൂബർമാർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. അതായത് ഇരയുടെ പേര് വെളിപ്പെടുത്തിയ ഒരു വീഡിയോ പണത്തിന് വേണ്ടിയിട്ട് എന്തോ ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ ഭാഗ്യലക്ഷ്മി എത്രയോ നാളുകളായിട്ട് ഇരയോടൊപ്പം എന്ന് പറയുന്ന വാക്കിനോട് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആ ഒരു നടിയുടെ ഫോട്ടോയും പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തെറ്റല്ലേ? അത് വലിയ തെറ്റാണല്ലോ. പക്ഷെ അതിന് നടപടിയൊന്നും ഇല്ല കേട്ടോ. നേരെ തിരിച്ച് മാർട്ടിൻ എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞ വീഡിയോ ഷെയർ ചെയ്ത ആളുകൾക്കെതിരെയാണ് കേസ്. ഇപ്പൊ ഒരുപാട് ബോധമുള്ള ആളുകൾ കൃത്യമായി ഇരയുടെ പേര് പറയുന്ന ഭാഗം കട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്, മ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ കേസ് വന്നു, പോലീസ് ഓഫീസർ പറയുന്നു ആ വീഡിയോസ് ചെയ്ത ആളുകളൊന്ന് ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ, അത് പ്രൈവറ്റ് ആക്കി വെക്കാമെന്ന രീതിയിൽ എല്ലാവരും പ്രൈവറ്റ് ആക്കി കുറെ ആളുകൾ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാൽ ഇവിടെ ഇരട്ടത്താപ്പ് നടക്കുന്നുണ്ട്. ഇരയുടെ കൂടെയാണ് എന്നുള്ളത് തന്നെയാണ് ഇരട്ടത്താപ്പ് എന്നുള്ളതാണ്. പല ആളുകളും ദിലീപിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. സച്ചി അന്ധകാലത്തിൽ തന്നെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ പറഞ്ഞ ഈ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ദിലീപ് രംഗത്ത് വരുന്നതാണ്. അതുവരെ വത്സസുനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുക്ലം ആയിട്ടുള്ളൊരു കഥയാണത്. രഞ്ജയ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഗതികളും കേട്ടാൽ മനസ്സിലാവും. അന്ന് കേട്ടിട്ടുള്ളത് പൾസർ സുനി എന്ന് പറയുന്ന ആൾക്ക് ദിലീപ് 1.5 കോടി രൂപ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യിച്ചെന്നാണ്. എനിക്കറിയാവുന്ന ദിലീപ് 1.5 കോടി രൂപ പോയിട്ട് 1.5 പൈസ പോലും ചെലവാക്കില്ല. ഓക്കെ, ശ്രീനിവാസനൊക്കെ ഈ കേസൊക്കെ തെളിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പൊ ശ്രീനിവാസൻ മാത്രമല്ല, ഈ ഒരു കേസ് വന്ന ആ ദിവസം, ദിലീപിന്റെ പേര് പറഞ്ഞ ആ ദിവസം തന്നെ സലീംകുമാർ പറഞ്ഞു ഇതിൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. അന്ന് ലാല് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നുണപരിശോധനയ്ക്കൊന്നും വിധേയമാക്കേണ്ട കാര്യമുള്ള കാര്യമല്ലല്ലോ എന്നുള്ളത്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ലാൽ സാറേ. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് പോകേണ്ടത് അല്ലെ. ഇവിടെ ഇരയ്ക്ക് നീതി കിട്ടണം. പക്ഷെ ആരാണ് ഇര? ഓക്കെ, നടി ഇര തന്നെയാണ്. 6 പേർക്ക് ശിക്ഷ കിട്ടി. ആ ശിക്ഷ വളരെ കുറഞ്ഞു പോയി എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ശക്തമായ കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കിയതായിട്ട് കോടതിയിൽ തന്നെ അത് തെളിയിക്കപ്പെടുകയാണ്. ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് കൊടുത്ത പല തെളിവുകളും ദിലീപിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ബാലിഷമായിട്ടുള്ള തെളിവുകളാണ് എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ അതൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് താല്പര്യമില്ല, ഉൾക്കൊള്ളാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നിരപരാധിയാണ് ദിലീപ് എങ്കിൽ നിങ്ങൾ ഈ ക്രൂശിച്ചതൊക്കെ വെറുതെ ആയി പോയി എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം. ഇനിയിപ്പോ ഹൈക്കോടതിയിൽ പോയാലും അതിന്റെ മുകളിൽ പോയാലും ഈ കാണിക്കുന്ന തെളിവുകൾ ഉണ്ടല്ലോ, ഈ തെളിവുകൾ അത് അവിടെ പോയാലും പൊളിയല്ലേ ചെയ്യുക. ഇവരും തമ്മിൽ കണക്ഷൻ വരുന്ന ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പൾസർ സുനി ചെയ്ത കാര്യങ്ങൾ തെറ്റല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ദിലീപ് ചെയ്തതാണ് തെറ്റുന്നത്. ശരിക്കും നിങ്ങൾ എന്തിനാ ഈ പൾസർ സുനി ചെയ്ത തെറ്റ് ന്യായീകരിക്കുന്നത് മനസ്സിലായില്ല. ഇനി ഞെട്ടിക്കുന്ന ഒരു വോയിസ് ആണ്. ഈ വോയിസിൽ ലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ലാൽ മീഡിയയിൽ വെച്ചിട്ടാണ് ഈ നടിയെ ആക്രമിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ. അതിന്റെ ഓഡിയോ ഒക്കെ ശബ്ദക്കുറവുള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് ലാൽ മീഡിയയിൽ വെച്ചിട്ടാണ് ശബ്ദം ബൂസ്റ്റപ്പ് ചെയ്തത് എന്നുള്ള കാര്യം ബാലചന്ദ്രകുമാർ പറഞ്ഞതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ലാലിലേക്ക് ഒരു തരത്തിലുള്ള അന്വേഷണം പോയിട്ടില്ല. വലിയ സംശയമാണ്. ലാലിന്റെ വാഹനത്തിലാണ് നടി പോകുന്നതും, ലാലിന്റെ ഡ്രൈവറാണ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പലതും പറഞ്ഞാൽ പലതും ഉണ്ട്. പക്ഷെ ലാലിലേക്കൊന്നും ഇതും പോയില്ല. നിങ്ങൾ ഈ ഒരു വോയിസ് ഒന്ന് കേൾക്കണം കേട്ടോ. ഇതൊന്ന് ക്ഷമയോടുകൂടി കേട്ടാൽ തന്നെ ഇതിന്റെ പിന്നിൽ കളിക്കുന്ന കളികളെ ആരാണ് എന്താണെന്ന് നല്ല ധാരണ കിട്ടും. 820 പാരഗ്രാഫിലാണ് ഈ പറയുന്നത്. അതായത് ബാലേന്ദ്രകുമാറാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിച്ചിരുന്ന സാക്ഷി PW222 ആണ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ലാൽ മീഡിയയിൽ എത്തിയിരുന്നു എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം ഞാൻ അതിന്റെ ക്രോണോളജി പറയാം. അതായത് ബാലേന്ദ്രകുമാർ 2021 ജനുവരി 25 വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം അയാളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പുതിയ കേസെടുത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നുള്ള പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസും പഴയ കേസിലും തുടരന്വേഷണം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ഇത് 15/11
2017, അതായത് ദിലീപ് അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമുള്ള ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ ദിലീപിനെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ താൻ സാക്ഷിയായിരുന്നു എന്ന് പറയുന്നത്. ദിലീപുമായി ചേർന്ന് പിക് പോക്കറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സിനിമ നിർമ്മിക്കാൻ വേണ്ടി 2016 മുതൽ ബാലേന്ദ്രകുമാർ ഡിസ്കഷനിലായിരുന്നു. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു, ദിലീപിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ബാലേന്ദ്രകുമാർ നടത്തിയ ജഡ്ജിമാരെ ഇടപെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ, അയാളുടെ അവകാശവാദങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ എത്ര പൊള്ളത്തരമായിരുന്നു എന്നുള്ളത് കോടതി തന്നെ തുറന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അയാൾക്ക് ജുഡീഷ്യൽ ഓഫീസർമാരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് അങ്ങനെ നൽകിയ മൊഴിയിലാണ് ബാലേന്ദ്രകുമാർ ആദ്യം പറയുന്നത് ദിലീപ് കുടുംബസമേതം ഈ ദൃശ്യങ്ങൾ വീട്ടിലിട്ട് കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ അതിന് യാതൊരു തെളിവും അയാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ കോടതി ചോദിക്കുന്നുണ്ട്, നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ട് പിന്നാലെ പൾസർ സുനി ഈ ദൃശ്യങ്ങൾ ലക്ഷ്യയിൽ, കാവ്യ മാധവന്റെ കടയെ ലക്ഷ്യയിൽ എത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 22/2/2017 അതായത് 2017 ഫെബ്രുവരി മാസം തന്നെ ദിലീപിന്റെ വീട്ടിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്ന പ്രകാരം തന്നെ എത്തിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് 11ാം മാസം ഇവരെ ദിലീപ് കാത്തിരുന്നിട്ട് ഈ ബാലേന്ദ്രകുമാരുടെ സാന്നിധ്യത്തിൽ ഇത് കുടുംബസമേതം കാണാൻ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അന്ന് ബാലേന്ദ്രകുമാർ മൊഴിയിൽ പറഞ്ഞ ദിലീപ് വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്നു. ദിലീപും ഈ ദൃശ്യങ്ങൾക്കായി ബാലേന്ദ്രകുമാർ ഉള്ളപ്പോൾ വീട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ A15 ഇതിൽ പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ശരത് എന്ന് പറഞ്ഞ സാക്ഷി ഈ ദൃശ്യങ്ങളുമായി വരുന്നു, അവരൊരുമിച്ചിരുന്ന് കാണാൻ പോകുന്നു കുടുംബസമേതം. അപ്പോൾ ബാലേന്ദ്രകുമാർ അടുത്ത് കാണുന്നു എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ പൾസസുനിയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നു. പറഞ്ഞ ദിലീപ് അതിരുന്ന് കാണുന്നു. ബാലേന്ദ്രകുമാർ ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് ചില ദൃശ്യങ്ങൾ, ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഈ ദൃശ്യങ്ങളിലുള്ളതുപോലെ സോറി എന്ന് പറയുന്ന ഒരു പുരുഷന്റെ ശബ്ദം ഞാൻ ആദ്യം കേട്ടു. അത് യഥാർത്ഥ കേസിൽ പറയുന്നത് പോലെ പൾസസുനി വാഹനത്തിലേക്ക് കയറുമ്പോൾ നടിയോട് സോറി പറഞ്ഞ് ഇത് മറ്റൊരാൾ കൊട്ടേഷൻ എന്ന് പറഞ്ഞു. ആ ഭാഗമാണ് ബാലേന്ദ്രകുമാർ എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ആ വീട്ടിൽ ഇതിട്ട് കണ്ടു എന്ന് പറയുന്ന ബാലേന്ദ്രകുമാർ അതിനൊപ്പമാണ് പറയുന്നത്, ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ദ വോയിസ് ഇൻ ദ വീഡിയോ വാസ് ആംപ്ലിഫൈഡ് അറ്റ് ലാൽ മീഡിയ. ലാൽ മീഡിയയിൽ വെച്ചിട്ടാണ് ആ ഒരു വീഡിയോന്റെ ഓഡിയോ ബൂസ്റ്റപ്പ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, ലാൽ മീഡിയയിലേക്ക് ഒന്നും അന്വേഷണമില്ല, ലാലിലേക്കില്ല, അവരുടെ മകനിലേക്കില്ല, അനൂപ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറുടെ അടുത്തേക്കില്ല, നേരെ പോകുന്നത് ദിലീപിലേക്കാണ്. ദിലീപിലേക്ക് പോയിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞുതരാം. ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾ പറയുന്നത് ഒക്കെ നുണയാണെന്ന് കോടതി തന്നെ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്, ആള് റെക്കോർഡ് ചെയ്ത് വെച്ച ഡിവൈസ് ഇതുവരെ കൊടുത്തിട്ടില്ല. രണ്ടാമത്, കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡുകളൊക്കെ എഡിറ്റഡ് ആണ് എന്നുള്ള കാര്യം കോടതി തന്നെ തെളിയിച്ചു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ദിലീപും ഇവരെല്ലാരും പാടെ കുടുംബസമേതം ഇരുന്ന് ഈ വീഡിയോ കണ്ടു എന്ന് പറയുന്ന ദിവസം ഉണ്ടല്ലോ, ആ ഒരു ദിവസം ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിൽ പോലും എത്തിയിട്ടില്ല. അതൊന്നും കൂടാതെ മറ്റൊരു വ്യക്തിയുടെ പേരും കൂടി ആൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി അന്നേ ദിവസം ആ നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ബാലചന്ദ്രകുമാർ കൊടുത്ത എല്ലാ തെളിവുകളും അത് നുണയായിരുന്നു എന്ന് കോടതിയിൽ തെളിയാണ്. ഇവിടെ തെളിവുകളുടെ അഭാവത്തിൽ എന്ന് പറയുമ്പോൾ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, തെളിവുകൾ ഉണ്ടായിരുന്നു, അത് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നാ പറയുന്നത്. അതിനെയാണ് പറയുന്നത് തെളിവ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നോ അല്ലെങ്കിൽ തെളിവ് ഇല്ല എന്നുള്ള കാര്യം. ഇവിടെ പറയുന്നുണ്ട് 101% തെളിവുകൾ കൊടുത്തിട്ടും ദിലീപിനെ ശിക്ഷിച്ചില്ല എന്നുള്ളത്. അത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരാണെന്നുള്ളതാണ്. ദിലീപിനെതിരെ 101% തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിനെ ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ കെട്ടിച്ചമച്ചുണ്ടാക്കിയ തെളിവുകളെ കോടതി ഒരിക്കലും അംഗീകരിക്കില്ല. കൃത്യമായ തെളിവുകൾ വേണം. ഇവിടെ കൊടുത്ത മുഴുവൻ തെളിവുകളും ബാലചന്ദ്രകുമാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോടതി തള്ളുകയാണ്. മറ്റൊരു കാര്യം, ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകളിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പല വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി കോടതി പറയുന്നു. ലാൽ മീഡിയ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ലാൽ മീഡിയയിലേക്കൊന്നും ഒരു പോക്കുമുണ്ടായില്ല എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു, അതൊന്ന് കാണാം. കൃത്യമായിട്ട് തെളിവുകൾ, കുറ്റപത്രം എന്നൊരു സാധനമുണ്ട്. ആ കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് തെളിവുകൾ ഹാജരാക്കി കൃത്യമായിട്ട് ബ്രീഫായിട്ട് എഴുതി ഒരു നൂലിടെ പോലും ലൂപ്പ് ഹോൾസ് ഇല്ലാത്ത രീതിയിൽ, ഞാൻ LLB പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതില്ലാതെ കൃത്യമായിട്ട് അത് കോടതിയിൽ ഇവരെ ഹാജരാക്കിയിട്ടില്ല. 100% കൃത്യമായിട്ട് സ്വാധീനം ചെലുത്തി അത് തിരുത്തപ്പെട്ടു, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ഇത് കൊടുത്തില്ല എന്ന് തന്നെയാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവരുടെ തെറ്റ് തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെയും ഈ മേലാളന്മാരുടെയും ഭരണകൂടത്തിന്റെയും കൃത്യമായ അനാസ്ഥ തന്നെയാണെന്ന് വേണം പറയാൻ. എന്റെ കൃത്യക്കാവിൽ മുത്തപ്പ, താങ്കൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് തന്നെ ഒരു 8 വട്ടം താങ്കൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത് ഒരു ബോധമില്ല. ആള് പഠിക്കുന്നത് ലോ കോളേജിലാ തോന്നുന്നു, നിയമം പഠിക്കുന്ന കുട്ടിയാന്നാ പറയുന്നത്. എന്തായാലും താങ്കളുടെ കൃത്യത വല്ലാത്തൊരു കൃത്യത ആയിപ്പോയി. കോടതിയിൽ കൊണ്ടുവന്ന തെളിവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നും ബൈജു പൗലോസ് എന്ന് പറയുന്ന ആ വ്യക്തി കൃത്യമായിട്ട്, താങ്കളുടെ ഭാഷ ഉപയോഗിക്കണം, കൃത്യമായിട്ട് എല്ലാം സമ്മതിക്കുകയും തല കുനിച്ച് നിൽക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. ആ ഒരു വിധിപ്പകർപ്പ് വായിച്ച ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കാനും വലിയ ബോധമൊന്നും വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, വല്ലാത്ത മനുഷ്യന്മാര് തന്നെ. എല്ലാം ദിലീപ് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് പറയണം, അതാണ് എന്നങ്ങോട്ട് വരുത്തി തീർക്കണം. കോടതിക്കൊന്നും ഒരു വില ഇവര് കൽപ്പിക്കുന്നില്ല കേട്ടോ. ഇവര് തന്നെ കോടതി, ഇവർക്ക് പല വിഷയങ്ങളിലും 2 സ്റ്റാൻഡാണെന്നുള്ളതാണ്. ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടുള്ള ബന്ധപ്പെടലാണെങ്കിൽ പോലും ആ ഒരു പെൺകുട്ടിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ, അവരെ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏതൊരു പെണ്ണും അതിനെ ചോദ്യം ചെയ്യും. അതായത്
അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും വേദനിപ്പിച്ചുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ചെയ്തു എന്ന് പറയും. ഞാൻ ഒരിക്കലും വേദന അഗെയിൻസ്റ്റ് ആയിട്ട് ആ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഭാഗ്യലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡാണ് ഞാൻ പറയുന്നത്. വേടൻ നേരിട്ട് ചെയ്ത ഒരു കാര്യത്തെ അവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയും കൂടി അറിഞ്ഞിട്ട് ചെയ്തൊരു കാര്യമല്ലേ എന്നുള്ളത്. നേരെ തിരിച്ച് ദിലീപ് ഒരു ബന്ധവുമില്ലാത്ത വിഷയം, ദിലീപ് ആ സ്ത്രീയെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു വൃത്തികേടും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവൻ ആരാ? പൾസർ സുനിയ അല്ലെ? പൾസർ സുനിയേക്കാൾ കൂടുതൽ ദിലീപിനെ കുറ്റം പറയുമ്പോ എന്തൊരു വിരോധാഭാസാന്ന് ആലോചിച്ച് നോക്കിയേ. വേടൻ ഒക്കെയാണ്, നല്ലവനാണ്, പൾസർ സുനിയും കുഴപ്പമില്ല എന്നുള്ള ലെവലിലായില്ലേ. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അത് കോടതിയാണ് ശിക്ഷിക്കേണ്ടത്. കോടതി ശിക്ഷിക്കാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ തെളിവുകൾ കൊടുത്തു എന്ന് പറയുന്ന കാര്യത്തില് എല്ലാ തെളിവുകളും ഫേക്കാണ് എന്ന് കോടതി പറഞ്ഞു വെറുതെ വിട്ടതാണല്ലോ അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. പിന്നെ നമ്മളെല്ലാവരും ശക്തമായി ആഗ്രഹിക്കുന്നു ഇരക്ക് നീതി കിട്ടണമെങ്കിൽ ഇതിലൊരു സൂത്രധാരൻ ഉണ്ടെങ്കിൽ അയാളെ പൊക്കണം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കേസ് ഇങ്ങനെ തട്ടിക്കളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? എന്റെ ഒരു വിശ്വാസം ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും ഇത് CBI അന്വേഷണം പോകാനുള്ള സാധ്യത, കോടതിക്ക് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കോടതി അങ്ങനെ ചെയ്യട്ടെ. ഇവിടെ നുണ പരിശോധനയ്ക്കും CBI കൊണ്ട് അന്വേഷിപ്പിക്കാനൊക്കെ മുൻകൈ എടുത്ത ഒരൊറ്റ വ്യക്തിയാണ് ഈ പറഞ്ഞ ദിലീപ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ മക്കളെ. ഇവിടെ നല്ല കളി ദിലീപിനെതിരെ നടക്കുന്നുണ്ട്. ദിലീപ് അത്രമാത്രം സിനിമയിൽ ഉയരങ്ങളിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ തുടക്കത്തിൽ എവിടെയും പറയാത്ത ആ ഒരു പേര് പിന്നീട് എങ്ങനെയാണ് എഴുതി ചേർക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പൾസർ സുനി ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണം. ഇതിന്റെ പിന്നിൽ മറ്റു ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കും ശിക്ഷ കിട്ടുക തന്നെ വേണം. അത്രേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനി ഏത് മനുഷ്യനാണ് എങ്കിലും, അത് ഇൻക്ലൂഡ് ദിലീപ് ആണെങ്കിൽ പോലും ഞങ്ങൾക്കൊന്നും യാതൊരു എതിർ അഭിപ്രായവും ഇല്ല. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത്. അയാളെ കോടതി ശിക്ഷിക്കട്ടെ, അന്ന് ഞങ്ങൾ അത് സമ്മതിക്കും. കോടതി അയാളെ ശിക്ഷിച്ചു കേട്ടോ, ഇന്ന തെളിവുകൾ ഉണ്ടായിരുന്നു കേട്ടോ എന്നുള്ളത്. അതല്ലാതെ ഈ ഇരട്ടത്താപ്പും കൊണ്ട് നടക്കുന്ന ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ചെറിയ പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു സമയപ്പോൾ ഒന്ന് ഓക്കെ ആയി. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാൻ, രാത്രി കാലങ്ങളിൽ ഇപ്പൊ നമ്മുടെ ബൈക്കിനൊക്കെ ഒരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വാഹനങ്ങൾക്കൊക്കെ വെള്ള വെളിച്ചമാണുള്ളത്. അതുകൊണ്ട് മഞ്ഞിറങ്ങിയാൽ ഒന്നും കാണൂല, അധികം ദൂരേക്കും ഇതൊന്നും കാണില്ല. റോട്ടിൽ ഈ നായ്ക്കളില്ല, ഡോഗ്സ് മാത്രമല്ല ഉള്ളത്, പന്നികളുണ്ട്. പന്നി വന്ന് വണ്ടിയുടെ മുന്നിൽ കയറി ഇടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.